ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 103 കുചേലനെ കണ്ടിട്ടില്ലാത്തവർ കണ്ടുകൊള്ളുവിൻ. ഭാഗം 103 കുചേലനെ കണ്ടിട്ടില്ലാത്തവർ കണ്ടുകൊള്ളുവിൻ ഇവിടെ ആരംഭിക്കുന്നു. തലശ്ശേരിയിലെ ചാലിൽ എന്ന ദേശത്ത് മുതുവടത്ത് രാമൻ വൈദ്യരുടെ കുടുംബം താമസിച്ചിരുന്ന ഒരു മാളികയുണ്ടായിരുന്നു. വൈദ്യരുടെ പിതാവ് ഒരു വലിയ ദേവീഭക്തനായിരുന്നു. ദീർഘകാലം പൂജയും പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനങ്ങളുമൊക്കെയായി അദ്ദേഹം കഴിഞ്ഞു വന്നിരുന്ന ആ മാളിക ഒരു നാളിൽ ഒരു മുസ്ലിം കുടുംബം വിലയ്ക്ക് വാങ്ങുകയുണ്ടായി. അതിനുശേഷം ആ കുടുംബം അവിടെ സ്ഥിരതാമസമാക്കി. എന്നാൽ അവർക്ക് ഒട്ടേറെ വിഷമങ്ങളും ദുരിതങ്ങളും താമസിയാതെ വന്നു ചേർന്നു. മാത്രവുമല്ല, അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ചില മരണങ്ങളുമുണ്ടായി. അതോടെ ആ മാളികയിൽ തുടർന്നും താമസിക്കുവാൻ അവർക്ക് വലിയ ഭയമായി. ആ സന്ദർഭത്തിൽ കരിമ്പിൽ കണ്ണൻ എന്നയാളും അയാളുടെ ഭാര്യയായ മങ്ങത്തിയും ചേർന്ന് ആ മാളിക അവരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. തങ്ങളുടെ 6 കുട്ടികളുമായി അവരവിടെ താമസവും തുടങ്ങി. കുറച്ച് ദിവസങ്ങളായപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പലവിധമായ രോഗങ്ങൾ വന്നു ചേർന്നു. ചികിത്സ കൊണ്ടൊന്നും ആ രോഗങ്ങൾ പൂർണ്ണമായും ഭേദമായതുമില്ല. ഒന്ന് മാറുമ്പോൾ വേറൊന്ന്. അങ്ങനെ വളരെ വിഷമിച്ച് വരുന്നതിനിടയിൽ കുട്ടികൾക്ക് രക്താതിസാരം പിടിപെട്ടു. അതേ തുടർന്ന് അവരുടെ മക്കളിൽ ഇളയവരായ 3 കുഞ്ഞുങ്ങൾ അടുത്തടുത്ത നാളുകളിൽ മരണപ്പെടുകയും ചെയ്തു. അതിൽ ദുഃഖാർത്തരായി കഴിഞ്ഞു വന്ന കണ്ണനും മങ്ങത്തിയും ശേഷിച്ച 3 മക്കൾക്ക് കൂടി രക്താതിസാരം ബാധിച്ചതോടെ പരിഭ്രാന്തരായി. കേശവൻ, ശേഖരൻ, ലക്ഷ്മി എന്നിങ്ങനെ പേരുകളുള്ള ആ കുട്ടികളെ വളരെ പണം ചിലവഴിച്ച് കണ്ണൻ ചികിത്സിപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടായില്ല. നാളുകൾ കഴിയുന്തോറും കുട്ടികളുടെ ആരോഗ്യനില തീരെ വഷളായി വന്നുകൊണ്ടിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ആകെ നിരാശയും ദുഃഖിതരുമായിരിക്കുമ്പോഴാണ് കണ്ണനും മങ്ങത്തിയും ഗുരുദേവൻ തലശ്ശേരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന വാർത്ത കേട്ടത്. ഉടൻ തന്നെ കണ്ണൻ തലശ്ശേരിയിലേക്ക് രോഗബാധയാൽ തളർന്നവശരായി കിടക്കുന്ന കുട്ടികളെയും കൊണ്ട് പോകാനൊരുങ്ങി. പക്ഷേ കുട്ടികളുടെ അവശത കാരണം അതിന് കഴിയാതെ വന്നു. അപ്പോൾ മങ്ങത്തിയെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് ഗുരുദേവൻ വന്ന് വിശ്രമിച്ചിരുന്ന മടയമ്പടത്ത് മന്ദൻ റൈറ്ററുടെ ഭവനത്തിലേക്ക് കണ്ണൻ ഓടിയെത്തി. തൃപ്പാദങ്ങളുടെ കാൽക്കൽ വീണ് കണ്ണൻ വ്യസനത്തോടെ തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണർത്തിച്ചു. അനുകമ്പാമൂർത്തിയായ ഗുരുദേവൻ അപ്പോൾ തന്നെ രോഗബാധയേറ്റ് കിടക്കുന്ന കുട്ടികളെ കാണുന്നതിനായി അയാളുടെ വീട്ടിലേക്ക് പുറപ്പെടുകയുണ്ടായി. കുട്ടികൾ തീരെ മെലിഞ്ഞ് എല്ലും തോലും മാത്രമായി തീർന്നിരുന്നു. ചിലർ ഒന്നിച്ചു ചേർന്നു മൂത്ത കുട്ടിയായ ശേഖരനെ തലയും പുറവും കാലുകളും താങ്ങിപ്പിടിച്ച് ഗുരുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എല്ലുകൾ ഉന്തിയും കണ്ണുകൾ കുഴിഞ്ഞും തൊലി ചുക്കിച്ചുളിഞ്ഞും ആകെ വികൃതരൂപമായി തീർന്നിരുന്ന ആ കുട്ടിയെ ഒരു നോക്ക് കണ്ടിട്ട് അടുത്തു നിന്നവരോടായി ഗുരുദേവൻ ഫലിത രൂപത്തിൽ പറഞ്ഞു: കുചേലനെ കണ്ടിട്ടില്ലാത്തവർ കണ്ടുകൊള്ളുവിൻ. ഗുരുദേവൻ ശേഖരൻ്റെ ശിരസിൽ വാത്സല്യത്തോടെ തൻ്റെ വലതുകരം ചേർത്ത് ഒരു നിമിഷം ധ്യാനത്തിൽ എന്ന പോലെ നിന്നിട്ട് ഇപ്രകാരം അരുളി ചെയ്തു: കുട്ടികളുടെ സുഖക്കേടൊക്കെ അചിരേണ ഭേദമായിക്കൊള്ളും. മേലാൽ രോഗബാധകളൊന്നും ഉണ്ടാകയില്ല. അതിനുശേഷം ആ കുട്ടികളെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഉപ്പോട്ടുകാരനി വൈദ്യരുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്തൊക്കെ മരുന്നുകളാണ് രോഗികൾക്ക് കൊടുക്കുന്നതെന്ന് ആരാഞ്ഞു. വൈദ്യർ ചികിത്സയുടെ രീതികളും മരുന്നിൻ്റെ വിവരങ്ങളും അറിയിച്ചു. അപ്പോൾ ഗുരുദേവൻ ഒരു പ്രത്യേക മരുന്നിൻ്റെ പേര് പറഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുവാൻ കൽപ്പിച്ചു. അപ്രകാരം കാണാരി വൈദ്യൻ ഉടൻ തന്നെ മരുന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തു. ചികിത്സ തുടങ്ങി. അതോടെ രോഗത്തിന് ശമനമുണ്ടായി വന്നു. കുറച്ച് ദിവസങ്ങളായപ്പോൾ തന്നെ രോഗം പൂർണ്ണമായും ഭേദപ്പെട്ടു.
പിന്നീട് ഗുരുദേവനെ നിത്യവും പൂജിച്ചു വന്ന അവർ വളരെ കാലം നല്ല ആരോഗ്യത്തോടെ ജീവിച്ചു വന്നു. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 103 കുചേലനെ കണ്ടിട്ടില്ലാത്തവർ കണ്ടുകൊള്ളുവിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.